ഒത്തിരി നാളായി ഞങ്ങളുടെ വീട്ടിൽ ഈ ഗ്രോ ബാഗ് വാങ്ങി വച്ചിട്ട് ഞങ്ങൾ ഒരുപാട് കൃഷിയൊക്കെ ചെയ്ത് ആഹാരം ഉണ്ടാക്കുന്ന ആൾക്കാരൊന്നും അല്ല. എന്നാലും ഒരു ചെറിയ അടുക്കളത്തോട്ടം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ ഇവിടെ വീട് മാറി വന്നതിന് ശേഷം ഞങ്ങൾ അടുക്കളത്തോട്ടമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ആകപ്പാടെ കുറച്ച് നട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നല്ല മണ്ണല്ലാത്തത് കൊണ്ടും നല്ല ഉരമില്ലാത്തത് കൊണ്ടും ഞങ്ങൾക്ക് നല്ലതുപോലെയൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ മണ്ണൊക്കെ വാങ്ങിച്ച് ചാണകപ്പൊടിയും എള്ളുപൊടിയും പിന്നെ നമ്മുടെ കുമ്മായോ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് ദിവസം ഇട്ടിരുന്നിട്ട് ഞങ്ങൾ ഗ്രോ ബാഗ് പാക്ക് ചെയ്യുകയാണ് ഞാനും അമ്മയും കൂടെ. രാത്രി സമയത്താണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. കാരണം രാവിലെ ഇവിടെയൊക്കെ ഭയങ്കര വെയിലായിരിക്കും, പിന്നെ ഭയങ്കര ചൂടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ അങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. അങ്ങനെ ഗ്രോ ബാഗ് വെക്കുന്ന സ്ഥലമൊക്കെ നോക്കിയപ്പോഴാണ് അവിടെ ഫുള്ള് പുല്ല് പിടിച്ച് കിടക്കുമായിരുന്നു ഗൈസ്. പിന്നെ രാത്രി തന്നെ അതും ക്ലീൻ ചെയ്ത്, അപ്പോൾ രാവിലെ അല്ലെങ്കിൽ ഉച്ച സമയത്ത് ഞങ്ങൾ അടുത്തിറങ്ങുമ്പോൾ നമുക്ക് പയറിൻ്റെ വിത്ത് നടാമല്ലോ എന്ന് വിചാരിച്ചു. ഞങ്ങൾ ഓൾറെഡി ഇവിടെ പയർ നട്ടായിരുന്നു, പക്ഷേ കുഞ്ഞായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കാരണം അത്രയ്ക്ക് ഇവിടെ നല്ലപോലെ വീട്ടിലും ചീവീടും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് പോകായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ഓൾറെഡി അവിടെ ഞങ്ങൾ കുറച്ച് വെള്ളരിക്ക നട്ടിട്ടുണ്ട്. അതും നമ്മുടെ സാലഡ് വെള്ളരിയാണ്. ഒരു മൂടെങ്ങാണ്ടോ അല്ലാത്ത വെള്ളരിക്ക ഉണ്ട്. അപ്പോൾ അമ്മയും ഞാനും കൂടെ അവിടെയൊക്കെ രാത്രി തന്നെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇട്ടു. അതുമല്ല നല്ല പായൽ പിടിച്ച് കിടപ്പുണ്ടായിരുന്നു മഴയൊക്കെ പെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുഴുവൊക്കെ ഇഷ്ടം പോലെ വരും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടൂല. കത്തിരിക്കയൊക്കെ നട്ടിട്ട് മാസങ്ങളായി, ഇതുവരെ ഒന്നും കാച്ചിട്ട് പോലുമില്ല. പൂ വരുമ്പം തന്നെ കൊതുകൊക്കെ കുത്തി അതിനെ നശിപ്പിച്ച് കളയുവാണ് പതിവ്. പൂവെല്ലാം തറയിൽ വീടൊക്കെ കിടക്കും പിന്നത്തേൽ. നാളെ ഞാൻ വീഡിയോ എടുക്കുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത് സാലഡ് വെള്ളരി കാണിച്ചു തരാം. അതിലൊരുപാട് കായ്ച്ച് നിൽപ്പുണ്ട്. അപ്പോൾ അമ്മ എനിക്ക് ഭയങ്കര ഇതായിട്ട് അമ്മ കാണിച്ചു തരുവാണ്, ഇത് കണ്ടോ കായ്ച്ച് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നേരം. ഞാനും അമ്മയും കൂടെ ഇപ്പോഴും മെയിനായിട്ടുള്ള പരിപാടി ഇതൊക്കെയാണ്. ചെടി കൃഷി ഇങ്ങനെയൊക്കെയുള്ള ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം അവിടെ ഞങ്ങൾക്ക് ഇത്രയും സ്ഥലമൊന്നുമില്ല ഇതൊന്നും വെക്കാനായിട്ട്. ഞങ്ങളെല്ലാം ടെറസിൻ്റെ മണ്ടയിലായിരുന്നു വെച്ചിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഞങ്ങളിനി വാഴക്കൃഷിയൊക്കെ തുടങ്ങിയാലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് ചുമ്മാ ഗൈസ്. പക്ഷേ ഇവിടെ ഞങ്ങൾ പയറിടാൻ പോവാണ്. പയർ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇവിടെ തത്തയൊക്കെ വരും, ഇഷ്ടംപോലെ തത്തയുണ്ട്. അപ്പോൾ ഓൾറെഡി ഇവിടുത്തെ മരത്തിൻ്റെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വിട്ടതുകൊണ്ട് അവർക്ക് കഴിക്കാൻ ഫുഡ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ കാണുവാണെങ്കിൽ അവരെന്തായാലും ഇവിടെ വരും. ഇവിടെ നിന്ന് കിട്ടിയ പുല്ലാണ് ഇത്രയും, അത്രയ്ക്ക് ഫുള്ളിങ്ങനെ കാട് പിടിച്ച പോലെ കിടക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ക്ലീനൊക്കെ ചെയ്ത് ഞങ്ങൾ പയർ ഓൾറെഡി നട്ടു കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ പയറൊക്കെ നട്ടു. ഞാൻ എന്തായാലും വീഡിയോ ഇടാം പയർ പൊടിച്ചു വന്നിട്ടൊക്കെ. നല്ല നല്ല പുഷ്ടിയോടെ തന്നെ പൊടിച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇത് എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യുന്നത് ആക്ച്വലി. അപ്പോഴേ നിങ്ങളിത് കാണാൻ ലേറ്റ് ആവും. ഉടനെ തന്നെ ബാക്കി വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും.